ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 13ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 13ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 13ാമത്തെ കോഡ് ഹാസാണ്. ഹാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് വരികയാണ്. സിംഗുലറിൻ്റെ ഒപ്പമാണ് ഹാസ് ഉപയോഗിക്കുക കേട്ടോ. ഉപയോഗിക്കുക ഉണ്ട് എന്നുള്ള അർത്ഥം വരാനാണ്. എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹാസ് ഉപയോഗിക്കുക കേട്ടോ. അവനൊരു കാറുണ്ട് എന്നിങ്ങനെ പറയാം. ഹി ഹാസ് എ കാർ. അവനൊരു കാറുണ്ട്. ഹി ഹാസ് എ കാർ. അവനൊരു കാറുണ്ട്. എന്നെങ്ങനെ പറയാം. ഷി ഹാസ് എ ബുക്ക്. അവളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഷി ഹാസ് എ ബുക്ക്. അവളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഉണ്ട് എങ്ങനെ പറയാം. ജോൺ ഹാസ് എ ബൈസിക്കിൾ. ജോണിനൊരു സൈക്കിളുണ്ട്. ജോൺ ഹാസ് എ ബൈസിക്കിൾ. ജോണിനൊരു സൈക്കിളുണ്ട്. വസ്ത്രമുണ്ട് എന്നെങ്ങനെ പറയാം. മേരി ഹാസ് എ ന്യൂ ഡ്രസ്. മേരിക്കൊരു പുതിയ വസ്ത്രമുണ്ട്. പുതിയ വസ്ത്രമുണ്ട് എന്നിങ്ങനെ പറയാം. മേരി ഹാസ് എ ന്യൂ ഡ്രസ്. മേരിക്കൊരു പുതിയ വസ്ത്രമുണ്ട്. മേരി ഹാസ് എ ന്യൂ ഡ്രസ്. മേരിക്കൊരു പുതിയ വസ്ത്രമുണ്ട്. കയ്യിലൊരു ബോൾ ഉണ്ട് എന്നിങ്ങനെ പറയാം. ദ ബോയ് ഹാസ് എ ബോൾ. ആൺകുട്ടിയുടെ കയ്യിൽ ഒരു പന്തുണ്ട്. ദ ബോയ് ഹാസ് എ ബോൾ. ആൺകുട്ടിയുടെ കയ്യിൽ ഒരു പന്തുണ്ട്. ഒരു പാവുണ്ട് എന്നിങ്ങനെ പറയാം. ദ ഗേൾ ഹാസ് എ ഡോൾ. പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പാവയുണ്ട്. ഡോൾ പറഞ്ഞാൽ പാവ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദ ഗേൾ ഹാസ് എ ഡോൾ. പെൺകുട്ടികളുടെ കയ്യിൽ ഒരു പാവയുണ്ട്. എന്നെങ്ങനെ പറയാം. മൈ ഫാദർ ഹാസ് എ ജോബ്. എൻ്റെ അച്ഛനൊരു ജോലിയുണ്ട്. മൈ ഫാദർ ഹാസ് എ ജോബ്. എൻ്റെ അച്ഛനൊരു ജോലിയുണ്ട്. എന്നെങ്ങനെ പറയാം. ദ മദർ ഹാസ് എ ഗാർഡൻ. എൻ്റെ അമ്മയ്ക്കൊരു പൂന്തോട്ടമുണ്ട്. മൈ മദർ ഹാസ് എ ഗാർഡൻ. എൻ്റെ അമ്മയ്ക്കൊരു പൂന്തോട്ടമുണ്ട്. ഉണ്ട് എന്നിങ്ങനെ പറയാം. രവി ഹാസ് എ പെൻ. രവിയുടെ കയ്യിൽ ഒരു പേനയുണ്ട്. രവി ഹാസ് എ പെൻ. രവിയുടെ കയ്യിൽ ഒരു പേനയുണ്ട്. പൂച്ച ഉണ്ട് എന്നിങ്ങനെ പറയാം. അനു ഹാസ് എ ക്യാറ്റ്. അനുവിനൊരു പൂച്ചയുണ്ട്. അനു ഹാസ് എ ക്യാറ്റ്. അനുവിനൊരു പൂച്ചയുണ്ട്. നീളമുള്ള വാലുണ്ട് എന്നിങ്ങനെ പറയാം. ദ ഡോഗ് ഹാസ് എ ലോങ് ടെയിൽ. നായ്ക്കൊരു നീളമുള്ള വാലുണ്ട്. ദ ഡോഗ് ഹാസ് എ ലോങ് ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നായ്ക്കൊരു നീളമുള്ള വാലുണ്ട്. ചെവികളുണ്ട് എന്നെങ്ങനെ പറയാം. ദ എലിഫന്റ് ഹാസ് എ ബിഗ് ഇയേഴ്സ്. ആനയ്ക്ക് വലിയ ചെവികളുണ്ട്. ദ എലിഫന്റ് ഹാസ് എ ബിഗ് ഇയേഴ്സ്. ആനയ്ക്ക് ഇയർ പറഞ്ഞാൽ ചെവി എന്നുള്ള അർത്ഥമാണ്. ഇയേഴ്സ് പറഞ്ഞാൽ ചെവികൾ. ആനയ്ക്ക് വലിയ ചെവികളുണ്ട്. മനോഹരമായ വീടുണ്ട് എന്നെങ്ങനെ പറയാം. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. അവന് മനോഹരമായ വീടുണ്ട്. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. അവന് മനോഹരമായ ഒരു വീടുണ്ട്. ലാപ്ടോപ്പ് ഉണ്ട് എന്നെങ്ങനെ പറയാം. മൈ ബ്രദർ ഹാസ് എ ലാപ്ടോപ്പ്. എൻ്റെ സഹോദരന് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. മൈ ബ്രദർ ഹാസ് എ ലാപ്ടോപ്പ്. എൻ്റെ സഹോദരന് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. എനിക്കൊരു ഫോൺ ഉണ്ട് എന്നെങ്ങനെ പറയാം. മൈ സിസ്റ്റർ ഹാസ് എ ഫോൺ. എൻ്റെ സഹോദരിക്കൊരു ഫോൺ ഉണ്ട്. മൈ സിസ്റ്റർ ഹാസ് എ ഫോൺ. എൻ്റെ സഹോദരിക്കൊരു ഫോണുണ്ട്. ചോദ്യമുണ്ട് എന്നെങ്ങനെ പറയാം. മൈ ടീച്ചർ ഹാസ് എ ക്വസ്റ്റ്യൻ. എൻ്റെ അധ്യാപകനൊരു ചോദ്യമുണ്ട്. മൈ ടീച്ചർ ഹാസ് എ ക്വസ്റ്റ്യൻ. എൻ്റെ അധ്യാപകനൊരു ചോദ്യമുണ്ട്. പാവയുണ്ട് എന്നിങ്ങനെ പറയാം. ദ ബേബി ഹാസ് എ ടോയ്. കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാവയുണ്ട്. ദ ബേബി ഹാസ് എ ടോയ്. കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാവയുണ്ട്. മരത്തിന് ധാരാളം ഇലകളുണ്ട് എന്നെങ്ങനെ പറയാം. ദ ട്രീ ഹാസ് മെനി ലീവ്സ്. മരത്തിന് ധാരാളം ഇലകളുണ്ട്. ദ ട്രീ ഹാസ് മെനി ലീവ്സ്. മരത്തിന് ധാരാളം ഇലകളുണ്ട്. ലീവ്സ് പറഞ്ഞാൽ ഇലകൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മെനി പറഞ്ഞാൽ ധാരാളം. ലൈബ്രറി ഉണ്ട് എന്നെങ്ങനെ പറയാം. ദ സ്കൂൾ ഹാസ് എ ലൈബ്രറി. ഞങ്ങളെ സ്കൂളിലൊരു ലൈബ്രറി ഉണ്ട്. ദ സ്കൂൾ ഹാസ് എ ലൈബ്രറി. സ്കൂളിൽ ഒരു ലൈബ്രറി ഉണ്ട്. ജനാലകളുണ്ട് എങ്ങനെ പറയാം. ദ റൂം ഹാസ് 2 വിൻഡോസ്. മുറിയിൽ 2 ജനാലകളുണ്ട്. ദ റൂം ഹാസ് 2 വിൻഡോസ്. മുറിയിൽ 2 ജനാലകളുണ്ട്. വീട്ടിൽ വലിയൊരു അടുക്കളയുണ്ട്. എങ്ങനെ പറയാം. ദ ഹൗസ് ഹാസ് എ ലാർജ് കിച്ചൺ. ആ വീട്ടിൽ ഒരു വലിയ അടുക്കളയുണ്ട്. ദ ഹൗസ് ഹാസ് എ
ലാർജ് കിച്ചൺ, ആ വീട്ടിൽ ഒരു വലിയ അടുക്കളയുണ്ട്. വേദനയുണ്ടെന്ന് എങ്ങനെ പറയാം? ഹി ഹാസ് എ ഹെഡേക്ക്, അവന് തലവേദനയുണ്ട്. ഹി ഹാസ് എ ഹെഡേക്ക്, അവന് തലവേദനയുണ്ട്. ഹെഡേക്ക് പറഞ്ഞാൽ തലവേദന എന്നുള്ള അർത്ഥം കേട്ടോ. എങ്ങനെ പറയാം? ഷി ഹാസ് എ കോൾഡ്, അവൾക്ക് ജലദോഷമുണ്ട്. ഷി ഹാസ് എ കോൾഡ്, അവൾക്ക് ജലദോഷമുണ്ട്. എങ്ങനെ പറയാം? ഹി ഹാസ് എ ഫീവർ, അവന് പനിയുണ്ട്. ഹി ഹാസ് എ ഫീവർ, അവന് പനിയുണ്ട്. എങ്ങനെ പറയാം? മൈ ഫ്രണ്ട് ഹാസ് എ ബൈക്ക്, എൻ്റെ സുഹൃത്തിന് ബൈക്കുണ്ട്. മൈ ഫ്രണ്ട് ഹാസ് എ ബൈക്ക്, എൻ്റെ സുഹൃത്തിന് ബൈക്കുണ്ട്. ചുവന്ന ഷർട്ട് ഉണ്ടെന്ന് എങ്ങനെ പറയാം? പീറ്റർ ഹാസ് എ റെഡ് ഷർട്ട്, പീറ്ററിന് ചുവന്ന ഷർട്ടുണ്ട്. പീറ്റർ ഹാസ് എ റെഡ് ഷർട്ട്, പീറ്ററിന് ചുവന്ന ഷർട്ടുണ്ട്. നീല ബാഗ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? ലിസ ഹാസ് എ ബ്ലൂ ബാഗ്, ലിസയ്ക്ക് നീല ബാഗുണ്ട്. ലിസ ഹാസ് എ ബ്ലൂ ബാഗ്, ലിസയ്ക്ക് നീല ബാഗുണ്ട്. മനോഹരമായ ചിറകുണ്ട് എന്ന് എങ്ങനെ പറയാം? ദ ബേർഡ് ഹാസ് എ ബ്യൂട്ടിഫുൾ വിങ്സ്, പക്ഷിക്ക് മനോഹരമായ ചിറകുണ്ട്. വിങ്സ് പറഞ്ഞാൽ ചിറകുകൾ ആണ് അർത്ഥം കേട്ടോ. ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ മനോഹരം. ദ ബേർഡ് ഹാസ് എ ബ്യൂട്ടിഫുൾ വിങ്സ്, പക്ഷിക്ക് മനോഹരമായ ചിറകുണ്ട്. എങ്ങനെ പറയാം? ദ കാർ ഹാസ് 4 വീൽസ്, കാറിന് 4 ചക്രങ്ങളുണ്ട്. വീൽ പറഞ്ഞാൽ ചക്രം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദ കാർ ഹാസ് 4 വീൽസ്, കാറിന് 4 ചക്രങ്ങളുണ്ട്. ധാരാളം സീറ്റ് ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ദ ബസ് ഹാസ് മെനി സീറ്റ്സ്, ബസ്സിൽ ധാരാളം സീറ്റുണ്ട്. ദ ബസ് ഹാസ് മെനി സീറ്റ്സ്, ബസ്സിൽ ധാരാളം സീറ്റുണ്ട്. ഈ കഥയ്ക്ക് ഒരു സന്തോഷകരമായ അവസാനമുണ്ട് എന്നെങ്ങനെ പറയാം? ദ സ്റ്റോറി ഹാസ് ഹാപ്പി എൻഡിങ്, ഈ കഥയ്ക്ക് സന്തോഷകരമായ ഒരു അവസാനമുണ്ട്. ദ സ്റ്റോറി ഹാസ് ഹാപ്പി എൻഡിങ്, ഈ കഥയ്ക്ക് സന്തോഷകരമായ അവസാനമുണ്ട്. ദ സ്റ്റോറി ഹാസ് എ ഹാപ്പി എൻഡിങ്, കഥയ്ക്ക് സന്തോഷകരമായ ഒരു അവസാനമുണ്ട്. ധാരാളം ജോലിയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക്, അവന് ധാരാളം ജോലിയുണ്ട്. ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക്, അവന് ധാരാളം ജോലിയുണ്ട്. ഗ്രാമത്തിൽ ഒരു ചെറിയ പുഴയുണ്ട് എന്നെങ്ങനെ പറയാം? അവർ വില്ലേജ് ഹാസ് എ സ്മാൾ റിവർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ പുഴയുണ്ട്. അവർ വില്ലേജ്, അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൽ അവർ വില്ലേജ് ഹാസ് എ സ്മാൾ റിവർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ പുഴയുണ്ട്. ധാരാളം കെട്ടിടങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ദ സിറ്റി ഹാസ് മെനി ബിൽഡിങ്സ്, നഗരത്തിൽ ധാരാളം ബിൽഡിങ്ങുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ദ ഇന്ത്യ ഹാസ് മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ്, ഇന്ത്യയിൽ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ദ ഇന്ത്യ ഹാസ് മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ്, ഇന്ത്യയിൽ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട്. മനോഹരമായ സ്ഥലങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ദ ഇന്ത്യ ഹാസ് മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ്, ഇന്ത്യയിൽ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ദ ഇന്ത്യ ഹാസ് മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ്, ഇന്ത്യയിൽ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ധാരാളം നദികളുണ്ട് എന്നെങ്ങനെ പറയാം? ദ കേരള ഹാസ് മെനി റിവേഴ്സ്, കേരളത്തിൽ ധാരാളം നദികളുണ്ട്. ദ കേരള ഹാസ് മെനി റിവേഴ്സ്, കേരളത്തിൽ ധാരാളം നദികളുണ്ട്. കേരളത്തിൽ വർണ്ണാഭയമായ പൂക്കളുണ്ട് എന്നെങ്ങനെ പറയാം? ദ ഗാർഡൻ ഹാസ് മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, പൂന്തോട്ടത്തിൽ ധാരാളം മനോഹരമായ പുഷ്പങ്ങളുണ്ട്. ദ ഗാർഡൻ ഹാസ് മെനി കളർഫുൾ ഫ്ലവേഴ്സ്, പൂന്തോട്ടത്തിൽ ധാരാളം വർണ്ണാഭയമായ പൂക്കളുണ്ട്. കളർഫുൾ പറഞ്ഞാൽ അതായത് വർണ്ണങ്ങൾ നിറഞ്ഞ, പല നിറത്തിലുള്ള അങ്ങനെയുള്ള അർത്ഥമാണ് കേട്ടോ. ഹോട്ടലിൽ നല്ല ഭക്ഷണം ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ റെസ്റ്റോറൻറ്റ് ഹാസ് ഗുഡ് ഫുഡ്, ആ ഹോട്ടലിൽ നല്ല ഭക്ഷണമുണ്ട്. ദ റെസ്റ്റോറൻറ്റ് ഹാസ് ഗുഡ് ഫുഡ്, ആ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡുണ്ട്. പഴങ്ങളുണ്ടെന്ന് എങ്ങനെ പറയാം? ദ ഷോപ്പ് ഹാസ് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് പറഞ്ഞാൽ നല്ല കേടൊന്നാവാത്ത പുതിയ പഴങ്ങളുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദ ഷോപ്പ് ഹാസ് ഫ്രഷ് ഫ്രൂട്ട്സ്, ആ കടയിൽ നല്ല പുതിയ പഴങ്ങളുണ്ട്.
നല്ല ക്യാമറ ഉണ്ട് എന്നെങ്ങനെ പറയാം? മൈ ഫോൺ ഹാസ് എ ഗുഡ് ക്യാമറ. എൻ്റെ ഫോണിൽ നല്ല ക്യാമറയുണ്ട്. ദ ഫോൺ ഹാസ് എ ഗുഡ് ക്യാമറ. എൻ്റെ ഫോണിൽ നല്ല ക്യാമറയുണ്ട്. വലിയ സ്ക്രീൻ ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ കമ്പ്യൂട്ടർ ഹാസ് എ ബിഗ് സ്ക്രീൻ. എൻ്റെ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ ഹാസ് എ ഗുഡ് സ്ക്രീൻ. എൻ്റെ കമ്പ്യൂട്ടറിൽ വലിയ സ്ക്രീൻ ഉണ്ട് എന്നിങ്ങനെ പറയാം? മൈ കമ്പ്യൂട്ടർ ഹാസ് എ ലാർജ് സ്ക്രീൻ. എൻ്റെ കമ്പ്യൂട്ടറിൽ വലിയ സ്ക്രീനുണ്ട്. മൈ കമ്പ്യൂട്ടർ ഹാസ് എ ലാർജ് സ്ക്രീൻ. എൻ്റെ കമ്പ്യൂട്ടറിൽ വലിയ സ്ക്രീനുണ്ട്. വാച്ച് ഉണ്ട് എന്നിങ്ങനെ പറയാം? ഹി ഹാസ് എ ന്യൂ വാച്ച്. അവന് പുതിയ വാച്ചുണ്ട്. ഹി ഹാസ് എ ന്യൂ വാച്ച്. അവന് പുതിയ വാച്ചുണ്ട്. മനോഹരമായ ചിരിയുണ്ട് എന്നിങ്ങനെ പറയാം? ഷി ഹാസ് എ ലവ്ലി സ്മൈൽ. അവൾക്ക് മനോഹരമായ ചിരിയുണ്ട്. ഷി ഹാസ് എ ലവ്ലി സ്മൈൽ. അവൾക്ക് മനോഹരമായ ചിരിയുണ്ട്. ചെറിയ ബാഗ് ഉണ്ട് എന്നെങ്ങനെ പറയാം? ദ ചൈൽഡ് ഹാസ് എ സ്മാൾ ബാഗ്. കുട്ടിയുടെ കയ്യിൽ ചെറിയ ബാഗുണ്ട്. ദ ചൈൽഡ് ഹാസ് എ സ്മാൾ ബാഗ്. കുട്ടിയുടെ കയ്യിൽ ചെറിയ ബാഗുണ്ട്. കയ്യിൽ മാർക്കർ ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ ടീച്ചർ ഹാസ് എ മാർക്കർ. അധ്യാപകൻ്റെ കയ്യിൽ ഒരു മാർക്കറുണ്ട്. ദ ടീച്ചർ ഹാസ് എ മാർക്കർ. ടീച്ചറിൻ്റെ കയ്യിൽ ഒരു മാർക്കറുണ്ട്. 4 കാലുണ്ട് എന്നിങ്ങനെ പറയാം? ദ ടേബിൾ ഹാസ് 4 legs. മേശയ്ക്ക് 4 കാലുണ്ട്. ദ ടേബിൾ ഹാസ് 4 legs. മേശയ്ക്ക് 4 കാലുണ്ട് എന്നിങ്ങനെ പറയാം? ഐ ഹാവ് 2 legs. എനിക്ക് 2 കാലുണ്ട്. ഐ ഹാവ് 2 legs. എനിക്ക് 2 കാലുണ്ട്. കുഷ്യൻ ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ ചെയർ ഹാസ് എ കുഷ്യൻ. കസാരയിൽ കുഷ്യനുണ്ട്. ദ ചെയർ ഹാസ് എ കുഷ്യൻ. കസാരയിൽ കുഷ്യനുണ്ട്. ബാൽക്കണി ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ ഹൗസ് ഹാസ് എ ബാൽക്കണി. വീടിന് ബാൽക്കണി ഉണ്ട്. ദ ഹൗസ് ഹാസ് എ ബാൽക്കണി. വീടിന് ബാൽക്കണിയുണ്ട്. കളിസ്ഥലം ഉണ്ട് എന്നിങ്ങനെ പറയാം? ദ സ്കൂൾ ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. സ്കൂളിലൊരു കളിസ്ഥലമുണ്ട്. ദ സ്കൂൾ ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൈതാനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്കൂളിലൊരു മൈതാനമുണ്ട്. ധാരാളം ഡോക്ടർമാരുണ്ട് എന്നിങ്ങനെ പറയാം? ദ ഹോസ്പിറ്റൽ ഹാസ് മെനി ഡോക്ടേഴ്സ്. ഹോസ്പിറ്റലിൽ ധാരാളം ഡോക്ടർമാരുണ്ട്. ദ ഹോസ്പിറ്റൽ ഹാസ് മെനി ഡോക്ടേഴ്സ്. ഹോസ്പിറ്റലിൽ ധാരാളം ഡോക്ടർമാരുണ്ട്. കുളമുണ്ട് എന്നിങ്ങനെ പറയാം? ദ ഹോട്ടൽ ഹാസ് എ സ്വിമ്മിംഗ് പൂൾ. ഹോട്ടലിൽ നീന്തൽ കുളമുണ്ട്. ദ ഹോട്ടൽ ഹാസ് എ സ്വിമ്മിംഗ് പൂൾ. ഹോട്ടലിൽ നീന്തൽ കുളമുണ്ട്. മരങ്ങളുണ്ട് എന്നിങ്ങനെ പറയാം? ദ പാർക്ക് ഹാസ് മെനി ട്രീസ്. പാർക്കിൽ ധാരാളം മരങ്ങളുണ്ട്. ദ പാർക്ക് ഹാസ് മെനി ട്രീസ്. പാർക്കിൽ ധാരാളം മരങ്ങളുണ്ട്. ധാരാളം മരങ്ങളുണ്ട് എന്നിങ്ങനെ പറയാം? ദ പാർക്ക് ഹാസ് മെനി ട്രീസ്. പാർക്കിൽ ധാരാളം മരങ്ങളുണ്ട്. ദ പാർക്ക് ഹാസ് മെനി ട്രീസ്. പാർക്കിൽ ധാരാളം മരങ്ങളുണ്ട്. പഴയ ചിത്രങ്ങളുണ്ട് എന്നിങ്ങനെ പറയാം? ദ മ്യൂസിയം ഹാസ് ഓൾഡ് പെയിൻറ്റിങ്സ്. മ്യൂസിയത്തിൽ പഴയ ചിത്രങ്ങളുണ്ട്. ദ മ്യൂസിയം ഹാസ് ഓൾഡ് പെയിൻറ്റിങ്സ്. മ്യൂസിയത്തിൽ പഴയ ചിത്രങ്ങളുണ്ട്. ആവശ്യത്തിന് പണമുണ്ട് എന്നിങ്ങനെ പറയാം? ഹി ഹാസ് ഇനഫ് മണി. അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. ഈ ഹാസ് ഇനഫ്. ഇനഫ് പറഞ്ഞാൽ ധാരാളം. ആവശ്യത്തിന്. ഇനഫ് പറഞ്ഞാൽ ധാരാളം. മതി എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും ഇനഫ് കേട്ടോ. ഈ ഹാസ് ഇനഫ് മണി. അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. ശബ്ദമുണ്ട് എന്നിങ്ങനെ പറയാം? ഷി ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അവൾക്ക് മനോഹരമായ ശബ്ദമുണ്ട്. ഷി ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അവൾക്ക് മനോഹരമായ ശബ്ദമുണ്ട്. ഇന്ന് 13ാമത്തെ കോഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ.